കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഇക്കണോമിക്സുകാരുടെ 5th സെമസ്റ്ററിലെ കോർ കോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ മൊഡ്യൂൾ 4 ആയിട്ടുള്ള കറൻറ്റ് ചലഞ്ചസ് ഫേസിങ് ദ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 3 മൊഡ്യൂളുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 വീഡിയോസും കാണാൻ വേണ്ടി പറ്റും. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ 5th സെമസ്റ്ററിലെ BA ഇക്കണോമിക്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്റ്റഡി ഡിസ്കഷൻ ഗ്രൂപ്പ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ 3 മൊഡ്യൂളുകളും വളരെ എളുപ്പത്തിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മുടെ ഈ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് നമുക്കങ്ങനെ പോയിൻറ്റ് വൈസ് ആയിട്ടൊന്നും പഠിച്ചു വയ്ക്കില്ല. നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് പോവേർട്ടിയാണ്, അതായത് ദാരിദ്ര്യം. In almost all underdeveloped countries where per capita income is very low, income inequality has resulted in a number of evils of which poverty is certainly the most serious one. In India, even now, in spite of all the development during the period of planning, 41.6% of the population was getting less than 1.25 a day in 2004 to 2005. അതായത് നമ്മളിപ്പോൾ പോവേർട്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി എത്രത്തോളം ഡെവലപ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, നമ്മളിപ്പോൾ ഒരുപാട് സ്പേസ്, അതായത് നമ്മളിപ്പോൾ സ്പേസിൽ അത്യാവശ്യം ഇന്ത്യക്ക് ഒരു പൊസിഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ G20 പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇന്ത്യയിൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. നമുക്കറിയാം, മറ്റേ G20 മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പോലും പല ചേരികളും ഗ്രീൻ കളറുള്ള ഒരു മാറ്റ് വെച്ചിട്ട് മറച്ച് വെക്കുന്ന രീതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ പോവേർട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ 2004 to 2005 എന്ന് പറയുന്ന ഒരു കണക്കിൽ, ആ ഒരു ടൈമിലുള്ള കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ 1.25, അതായത് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം കിട്ടുന്ന ആൾക്കാരും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ദിസ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വാസ് കൺസിഡേർഡ് ടു ബി പുവർ ഓൺ ആൻ ഇൻ്റർനാഷണൽ ക്രൈറ്റീരിയൻ സജസ്റ്റഡ് ബൈ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. Most of the this population suffered from extreme destitution. അതായത് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെർ ഡേ ഇത്ര മാത്രം, അതായത് ഒരു 3 നേരത്തേക്ക് ഭക്ഷണം പോലും അതുകൊണ്ട് വാങ്ങാൻ കഴിയാത്ത രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെയിലി ലിവിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേജസ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് നമ്മുടെ പോവേർട്ടി ലൈനിൻ്റെ വളരെ താഴെ ജീവിക്കുന്ന ആൾക്കാരും ഇന്ത്യയിലുണ്ട്. അതാണ് ഇന്ത്യൻ എക്കോണമിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. ഇനി പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് പോവേർട്ടി ലൈൻ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദ പോവേർട്ടി ലൈൻ ഈസ് അബൌട്ട് ഹൗ മച്ച് മണി എ പേഴ്സൺ ഓർ ഫാമിലി നീഡ്സ് ടു കവർ ബേസിക് തിങ്സ് ലൈക്ക് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ദ എബിലിറ്റി ടു മൂവ് എറൗണ്ട്. അതായത് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഫാമിലിക്കോ വേണ്ടിയിട്ട് അവരുടെ അത്യാവശ്യമുള്ള ബേസിക് തിങ്സ് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ ഒന്ന് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ ചുറ്റും ഒന്ന് മൂവ് ചെയ്യാനുള്ള തരത്തിലുള്ള ആ ടൈപ്പ് ഓഫ് മണി, അത്രയും മണി നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, സോ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് കൺസെപ്റ്റ് ഈസ് ബ്രോഡ് ബിക്കോസ് പോവേർട്ടി ഹാസ് മെനി ആസ്പെക്ട്സ്. അപ്പോൾ ആ ഒരു മണി ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്നതിനെയാണ് നമ്മൾ പോവേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പുട്ട് എ നമ്പർ ഓൺ ഇറ്റ്, വി ഫോക്കസ് ഓൺ ദ മണി ആസ്പെക്ട്. ദ പോവേർട്ടി ലൈൻ ടെൽ എസ് ഇഫ് സമ്മൺ ഡസ് നോട്ട് ഹാവ് ഇനഫ് മണി ടു അഫോർഡ് ദീസ് ബേസിക് നീഡ്സ്. അതായത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് ഒരു മണി തികയാതിരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മളിതിൽ പറയുന്നത്. ഒരുപാട് കാലം മുമ്പ് തന്നെ ഈ ഒരു പോവേർട്ടിക്കെതിരെ ഒരുപാട് ഫൈറ്റ്സ് കാര്യങ്ങൾ, അതായത് ഇതിനെങ്ങനെയെങ്കിലും മാറ്റണം ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ട്രഗിളും അല്ലെങ്കിൽ ഒരുപാട് എഫേർട്സ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി നെറ്റ്സ് ഫോർ പുവർ പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. In the 1970s, India started focusing on reducing poverty through rural development and employment programs. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോവേർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള കാര്യം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രദ്ധിക്കുന്നത് റൂറൽ ഡെവലപ്മെൻറ്റിലൂടെയും അതുപോലെ തന്നെ പല പ്രോഗ്രാംസിലൂടെയും എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസിലൊക്കെ കൂടെയാണ് അവരിതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ദിസ് ബിക്കേം ആൻ ഇമ്പോർട്ടൻറ്റ് ഗോൾ ഇൻ ദ കൺട്രീസ് എക്കണോമിക് പ്ലാനിങ് ഡ്യൂറിങ് ദ 5th പ്ലാൻ. അപ്പോൾ നമ്മുടെ എക്കണോമിക് പ്ലാനിങ്ങിൽ 5th പ്ലാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ പോവേർട്ടീനെ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഗോൾ എന്ന് പറയുന്നത്. In the 1970s, various special programs aimed at helping the rural poor were introduced.
These include the Small Farmers Development Agency, Marginal Farmers and Agricultural Laborers Development Agency, Drought Prone Areas Program, Crash Scheme for Rural Employment, Pilot Intensive Rural Employment Project and Food for Work Program. അപ്പോൾ 1970s ഈ ഒരു തരത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്ന കുറച്ച് പ്രോഗ്രാമുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്ലസ് ടുവിനൊക്കെ ഇന്ത്യൻ എക്കോണമി ഒക്കെ പഠിച്ചവർക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവും. അത് ഈ ഒരു ചാപ്റ്റർ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. The problem with these programs was that they mainly gave subsidies and lacked a clear plan to help the rural poor or earn more money. അതായത് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ അവർ സബ്സിഡി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സബ്സിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ സബ്സിഡി കാര്യങ്ങളാണ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ രീതിയിലുള്ള കുറച്ചുകൂടി മണി ഏൺ ചെയ്യാനോ അവരുടെ ഡെവലപ്പ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇത്തരം പ്രോഗ്രാംസിനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ അതിനുശേഷം ഗവൺമെൻറ് ഒരു 1980s ടൈമിലൊക്കെ തന്നെ ഈ 70s 80s ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കോംപ്രിഹെൻസീവ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻ ദ പാസ്റ്റ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് പ്രോഗ്രാംസ് വിത്ത് ദ ഗോൾ ഓഫ് റെഡ്യൂസിങ് പോവേർട്ടി. ദ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് IRDP, NREP അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ RLEGP അതായത് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഇതൊക്കെ തന്നെയാണ് പോവേർട്ടിക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പോളിസീസ് എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ പ്രോഗ്രാംസ്. അപ്പോൾ IRDP സ്റ്റാർട്ടഡ് ഇൻ 1978 to 79 ഇൻ സർട്ടൈൻ ഏരിയാസ് വാസ് ലേറ്റർ എക്സ്റ്റെൻഡഡ് ടു ദ എൻറ്റയർ കൺട്രി. അപ്പോൾ ഈ NREP അതുപോലെ തന്നെ RLEGP തുടങ്ങിയവരുടെയൊക്കെ എയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നല്ല ജോബുകൾ അതായത് നല്ല വേജുള്ള ജോബുകൾ കൊടുക്കുക, അതിൽ കൂടെ അവർക്ക് ഇൻകം കിട്ടുക, പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ എഫക്റ്റീവായിട്ട് അവരൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ടു മേക്ക് ദീസ് പ്രോഗ്രാംസ് മോർ എഫക്റ്റീവ് ദേ വർ മേർജ്ഡ് ഇൻ ടു വൺ കോൾഡ് ജവഹർ റോസ്ഗാർ യോജന JRY, അതായത് 1989 അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസുകളാണ് ഇന്ത്യൻ എക്കോണമിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് പോവേർട്ടീനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ IRDP ഫോക്കസിങ് ഓൺ സ്മോൾ ഫാമേഴ്സ്, ലാൻഡ്ലെസ് ലേബറേഴ്സ് ആൻഡ് artisans aimed to help them by providing assets like irrigation sources, tools and training for various activities. അപ്പോൾ IRDP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് ഇപ്പോൾ സ്മോൾ ഫാമേഴ്സിനെയും ലാൻഡ്ലെസ് ലേബേഴ്സിനെയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് അസറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇറിഗേഷൻ സോഴ്സസ് കൊടുക്കുക, ടൂൾസ് കൊടുക്കുക, പല ആക്ടിവിറ്റീസിനുള്ള ട്രെയിനിങ് കൊടുക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ IRDP പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദ ഐഡിയ വാസ് ടു ഹെൽപ്പ് ദ പുവർ ബിക്കം സെൽഫ് എംപ്ലോയിഡ് ആൻഡ് റൈസ് ഔട്ട് ഓഫ് പോവേർട്ടി. അതായത് ഇപ്പോൾ ഒരു സെൽഫ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോവേർട്ടിയിൽ നിന്ന് വരാൻ വേണ്ടി, അതായത് ഒന്ന് ഉയർന്നു വരാൻ വേണ്ടി പറ്റും, അതായത് അയാൾക്ക് അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടിരിക്കുക തുടങ്ങിയവയിലൂടെയൊക്കെ തന്നെ പോവേർട്ടി മാറ്റാൻ വേണ്ടി കഴിയുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ട്രൈസം, അതായത് TRYSEM എന്ന് പറയുന്നതിൽ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദി സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ IRDP അതുപോലെ ട്രൈസം എന്നൊക്കെ പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിനാണ്, അതായത് ഒരു ടൈപ്പ് ഓഫ് എന്തെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. സ്റ്റഡീസ് ഫൗണ്ട് IRDP വാസ് നോട്ട് വെരി എഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് പോവേർട്ടി, ലീഡിങ് ടു ഇറ്റ് റീകൺസ്ട്രക്ടിങ് എസ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന SGSY എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ IRDP എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ SGSY കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെൻറ്റ് അഷ്വറൻസ് സ്കീം, അതായത് EAS എന്ന് പറയുന്ന ഒരു സംഭവം സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയ്ക്ക് മെർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 100 days ഓഫ് വർക്ക് ടു ദ റൂറൽ പീപ്പിളിന് 100 ദിവസത്തെ വർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു SGRYയുടെ അല്ലെങ്കിൽ EASൻ്റെ ഒക്കെ തന്നെ ലക്ഷ്യമെന്ന് പറയുന്നത്. ടുഡേ ദർ ആർ സ്റ്റിൽ പ്രോഗ്രാംസ് ഇൻ പ്ലേസ് ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ഇൻക്ലൂഡിംഗ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആൻഡ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം.
അതായത് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റൂറലിലും അതുപോലെ അർബൻ ഏരിയാസിലും ഒക്കെ തന്നെ ഈ ടൈപ്പ് ഓഫ് SGSYയും SGRYയും അതുപോലെ തന്നെ NREGS അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതായത് വിച്ച് പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് 100 days ഓഫ് ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെൻറ്റ് ടു റൂറൽ ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ നമുക്കിത് NREGS എന്തായാലും അറിയുന്നതായിരിക്കും നമ്മൾ. പക്ഷേ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനുമാണ് ഈ NREGS അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്താണ്. അടുത്തൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ്. ദ കണക്ഷൻ ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ദ നമ്പർ ഓഫ് ജോബ്സ് ഇൻ എ കൺട്രി ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഇറ്റ്സ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു കൺട്രിയിൽ എത്രത്തോളം ജോബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റും ഉണ്ടാവുക. വെൻ എ കൺട്രി പ്രോഗ്രസ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ ക്രിയേറ്റഡ്. അതായത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രി പ്രോഗ്രസ് ആകുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ് കാര്യങ്ങളൊക്കെ തന്നെ വരും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും, അതുകൊണ്ട് തന്നെ അവിടെ മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റും എംപ്ലോയ്മെൻറ്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ഓവർ 3 decades there has been growth in various sectors of the economy leading to more employment opportunities. However, despite this growth, unemployment has increased in absolute terms during the planning period. This increase in unemployment can be attributed to several factors. ഇന്ത്യനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ഡിക്കേഡ്സ് ആയിട്ട് ഒരുപാട് സെക്ടേഴ്സിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഒരു 1961 to 2001 ആവുന്ന സമയത്തേക്കും ഒരുപാട് റാപ്പിഡ് പോപ്പുലേഷൻ ഉണ്ടാവുകയാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് പീപ്പിൾ എൻറ്ററിങ് ടു ദ ജോബ് മാർക്കറ്റ്, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് ഗ്രോ ചെയ്യാതിരിക്കുകയും സെയിം ആയിട്ടുള്ള രീതിയിൽ അത് ഒരു എക്കണോമിക് ഗ്രോത്ത് സ്ലോ ആവാനും വേണ്ടിയിട്ട് കാരണമായി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് എക്കണോമിക് പ്ലാനിങ്സ്, അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിനെ വെച്ചിട്ട് അതിനേക്കാളും ടാർഗറ്റ് ചെയ്തിരിക്കുന്ന താഴെ രീതിയിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലായിരുന്നു റേറ്റ്സ് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സഫിഷ്യൻറ്റ് ജോബ് ക്രിയേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എലോൺ ഡസ് നോട്ട് സോൾവ് ദ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1961 to 2001 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇത്രയായിരുന്നെങ്കിൽ ഇപ്പോൾ 2023 സംബന്ധിച്ച് ഒരുപാട് ചലഞ്ചസ് ആണ് അതായത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഇനി നോക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് അൺഎംപ്ലോയ്മെൻറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഇത്ര ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്സ് നിലനിൽക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത് 3 വേസിലൂടെയാണ്. യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ്, കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മീൻസ് പീപ്പിൾ ഹു ആർ മോസ്റ്റ്ലി വിത്തൗട്ട് എ ജോബ് ഫോർ എ ലോങ് ടൈം. അതായത് ലോങ് ടൈമിലേക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് അറ്റ് എ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എ ജോബ് ഇൻ വൺ പെർട്ടിക്കുലർ വീക്ക്. അതായത് ഒരു പെർട്ടിക്കുലർ വീക്കിൽ അവർക്ക് ജോബ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ദിസ് ചെക്സ് ഹു ഡസ് നോട്ട് ഹാവ് എ ജോബ് ഓൺ എ സ്പെസിഫിക് ഡേ. അതായത് സ്പെസിഫിക് ഡേ റിലേറ്റ് ചെയ്തിട്ട് ജോബ് ഉണ്ടാവാണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ ഒരു 3 വേസ് ആണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ ആർ സ്ട്രഗിളിങ് ഇൻ ഇന്ത്യ. അതായത് എങ്ങനെയാണ് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് വെച്ചിട്ട് അവരെങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് പോകുന്നത്, അത് എങ്ങനെയാണ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നതെന്നൊക്കെയാണ് ഗവൺമെൻറ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി റൂറലിലും അതുപോലെ അർബനിലും ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻ അഗ്രികൾച്ചർ സെക്ടറിലായിരിക്കും റൂറലിൽ അൺഎംപ്ലോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇൻ റൂറൽ ഏരിയാസ് മെനി പീപ്പിൾ വർക്ക് ഇൻ അഗ്രികൾച്ചർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൂറൽ ഏരിയയിൽ കൂടുതൽ ആൾക്കാരും അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവരതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ NSS അതായത് നാഷണൽ സാമ്പിൾ സർവേ അനുസരിച്ചിട്ട് 1807 to 1888 വരെയിൽ പറയുമ്പോൾ 4.58% ഓഫ് റൂറൽ മെൻ കുഡ് നോട്ട് ഫൈൻഡ് വർക്ക് ഓൺ എ ടിപ്പിക്കൽ ഡേ. പക്ഷേ ഒരുപാട് വർഷങ്ങൾ കഴിയും തോറും ആ നമ്പർ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. 2004 to 2005 കണക്കനുസരിച്ച് അത് 8% ആണ് പറയുന്നത്. അതായത് റൂറൽ മെൻ വേർ വിത്തൗട്ട് വർക്ക് കമ്പാരഡ് ടു 7.2% ഇൻ 1999 to 2000. So 5.6% in 93 to 94. So most of this unemployment is related to agriculture, meaning that people in rural areas who usually work in farming are struggling to find jobs എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് അഗ്രികൾച്ചറിൽ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ വെച്ച് പറയുമ്പോൾ ഇപ്പോൾ റൂറലിലെയും അർബനിലെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ എക്സാമിന് എഴുതണം കേട്ടോ.
ഇനി സീസണൽ അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരു വർഷം മുഴുവനായിട്ട് അവർക്ക് വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സെക്കൻഡ് അഗ്രികൾച്ചറൽ ലേബർ എൻക്വയറി കമ്മിറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1956 മുതൽ 57 വരെ ഉള്ളതിൽ എറൗണ്ട് ലേബേഴ്സിന് അവർക്ക് ലേബർ കിട്ടുന്നത് 237 ദിവസമാണ്, വിച്ച് മീൻസ് ദേ വർ വിതൗട്ട് വർക്ക് ഫോർ അബൌട്ട് 3 to 4 months on average. So the planning commission noted that outside the areas with the green revolution where agriculture was more productive, seasonal unemployment during early 1970s was as much as, if not more than, what it will be during 1950s. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ സമയത്തും ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. സോ ലുക്കിംഗ് അറ്റ് ദ ഡിക്ലൈൻ ഇൻ എംപ്ലോയ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി, അതായത് ഹൗ മച്ച് എംപ്ലോയ്മെൻറ്റ് ഗ്രോസ് കമ്പാരഡ് ടു ഗ്രോത്ത് ഓഫ് വാല്യൂ ആഡഡ് ഇൻ അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ 1980s 1990s, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. അപ്പോൾ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. So that means that employment growth in agriculture has become very slow compared to growth of other sectors. എന്താണ് ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയൊക്കെ കോസസ് എന്ന് പറയുന്നത്? ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിലേക്കുള്ള ഒരു മേജർ കോസസ് എന്ന് പറയുന്നത് ജോബ്ലെസ് ഗ്രോത്ത്, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ലേബർ ഫോഴ്സ്, അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ടെക്നോളജി, ഇൻഅപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഇതൊക്കെയാണ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സ്കീംസ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയാണ്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ April 1999 ആഫ്റ്റർ റീകൺസ്ട്രക്ടിങ് ദ ഇൻ്റഗ്രൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ IRDPനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ് SGSY വന്നിട്ടുണ്ടായിരുന്നത്. ദിസ് ഈസ് ദ പ്രൈമറി സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഫോർ റൂറൽ പുവർ പീപ്പിൾ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അൺടിൽ December 31, 2010 they had formed 40.04 lakh സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് SHGs എന്നാണ്. സോ ദീസ് SHGs ആർ കമ്മ്യൂണിറ്റീസ് ഓഫ് പീപ്പിൾ ഹു വർക്ക് ടുഗെദർ ടു ഇംപ്രൂവ് ദെയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് ജനറേറ്റ് ഇൻകം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്ന അവർ SHGs എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുക, അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ അവരെന്ത് ചെയ്യാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയാണ്. ഇത് September 25, 2001 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ജവഹർ ഗ്രാം സമൃദ്ധി യോജന, അതായത് JGSY എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ മേർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് എംപ്ലോയ്മെൻറ്റ് അഷ്വറൻസ് സ്കീം, അതായത് EAS. അപ്പോൾ SGRY's മെയിൻ ഗോൾ ഈസ് ടു ക്രിയേറ്റ് മോർ വേജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ റൂറൽ ഏരിയാസിൽ ഒരുപാട് വേജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു SGRYയുടെ, അതായത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അടുത്തത് NREP ആണ്, അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇറ്റ് ബിഗാൻ ഡ്യൂറിങ് 6th plan ആൻഡ് കണ്ടിന്യൂഡ് ഇൻ ടു 7th plan. ഹവർ ഓൺ April 1, 1989 ഇറ്റ് വാസ് മേർജ്ഡ് ഇൻ ടു ജവഹർ റോസ്ഗാർ യോജന. അപ്പോൾ NREP എന്ന് പറയുന്നത് 1989 April 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് ജവഹർ റോസ്ഗാർ യോജനയിലേക്ക് അത് മെർജ് ചെയ്തു. അതുപോലെ NREP വാസ് എയിംഡ് അറ്റ് ഹെൽപ്പിംഗ് ദോസ് ഇൻ റൂറൽ ഏരിയാസ് who mainly relied on wage jobs and had most no income during times when agriculture work was slow. So this program involved both the development projects and projects focused on generating employment for specific group of people. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിലുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും ഒന്നും വർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻകം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു എയിമോട് കൂടിയിട്ടാണ് NREP വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതൊരു സ്പോൺസേർഡ് സ്കീമായിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വിത്ത് ദ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് സെൻട്രലും സ്റ്റേറ്റും കൂടി ഒരുമിച്ചിട്ടാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ പ്രോഗ്രാംസ് ഇവോൾവ്ഡ് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് പ്ലാൻസ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ വിത്ത് ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ ഈച്ച് ബ്ലോക്ക് വിത്തിൻ ദ ഡിസ്ട്രിക്ട്. അതായത് എംപ്ലോയ്മെൻറ്റ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാതലത്തിൽ നടത്തുക. അതുപോലെ തന്നെ പല ബ്ലോക്കുകളായിട്ട് അത് തിരിച്ചിട്ട് അല്ലെങ്കിൽ പല ബ്ലോക്ക് ഡിസ്ട്രിക്റ്റുകളായിട്ട് അത് തിരിച്ചിട്ട്
അവിടേക്ക് ആ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ വളരെ പ്ലാൻഡ് ആയിട്ടാണ് NREP കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു IRDPനെ കുറിച്ച് പറയാനുണ്ട്. 1978-79 കാലങ്ങളിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 81 ആ കാലഘട്ടത്തിൽ ഇത് നാഷണൽ വൈഡായിട്ട് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് പ്രൈമർലി ഡിസൈൻ ടു കോമ്പാറ്റ് പോവേർട്ടി ഡ്യൂറിങ് ദ 6th 5-year പ്ലാനിലൂടെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് എയിംഡ് ടു പ്രൊവൈഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് സെറികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ലാൻഡ് ബേസ്ഡ് വർക്ക് ഇൻ ദ പ്രൈമറി സെക്ടർ, weaving, handicrafts and more in the secondary sector, and service and the business activities in the tertiary sector. So primary, secondary, tertiary തുടങ്ങിയ എല്ലാ സെക്ടേഴ്സിലുമുള്ളവർക്കും പലതരത്തിലുള്ള ജോബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു IRDPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊരു 6th പ്ലാനിലൂടെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് MGNREGS എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ 1993 to 94 ആവട്ടെ, അല്ലെങ്കിൽ 99 to 2000 ആ ഒരു കാലഘട്ടം ആവട്ടെ, ഇപ്പോൾ റൂറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ രീതിയിലാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇംബാലൻസുകൾ, അതായത് ഇൻകം ക്രൈസിസുകൾ, അതുപോലെ റൂറൽ ഹൗസ് ഹോൾഡ്സിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ കൊളാപ്സ് കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഫാമേഴ്സൊക്കെ സ്യൂസൈഡിനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് നടക്കൊണ്ടിരുന്ന ഒരു ടൈമിലായിരുന്നു ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ the Government of United Progressive Alliances, the UPA, at the central level made a commitment in its Common Minimum Program. It promised to enact an Employment Guarantee Act immediately. 100 days of casual manual work to every rural household as a way to address this pressing issue. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ എതിരായിട്ട് അവർ കൊണ്ടുവന്നത് 100 ദിവസം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള വർക്ക് എല്ലാവർക്കും, റൂറലിലുള്ള എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള രീതിയിൽ. ദിസ് ഇനീഷ്യേറ്റീവ് ഈസ് നോൺ ആസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. സോ ഇനി ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. സോ ഇതിലൊരു 10-11 എണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു അത്യാവശ്യം ഒരു 5 എണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക. അതായത് 100 ഡേയ്സ് ഓഫ് വേജ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ ഇയർ ഫോർ 1 member ഓഫ് എവറി ഹൗസ് ഹോൾഡ്. അതുപോലെ തന്നെ ലീഗൽ റൈറ്റാണ് ഇത്. ജസ്റ്റ് ഒരു സ്കീം മാത്രമല്ല, ടൈം ബൗണ്ട് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ടുള്ള വേജ് പേയ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മാൻഡറ്ററി വേജ് ഡിസ്ബേഴ്സ്മെൻറ്റ് ത്രൂ ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്സ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അതുപോലെ കീ റോൾ ഓഫ് പഞ്ചായത്ത് ഇൻ പ്ലാനിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ്. വേജസ് റിവൈസ്ഡ് ബേസ്ഡ് ഓൺ ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ അഗ്രികൾച്ചർ ലേബർ ഇൻ ഈച്ച് സ്റ്റേറ്റ്. അപ്പോൾ ഇത്തരം കീ ഫീച്ചേഴ്സൊക്കെയാണ് MGNREGSനുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.